പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പ്രകൃതി രമണീയമായ ഈ നെൽപ്പാടം ഇന്ത്യയിലെ ഏറ്റവും മികച്ച 10 നെൽപ്പാടങ്ങളിൽ ഒന്നാണ്. കൊല്ലങ്കോടുള്ള ഈ താമരക്കുളം നെൽവയൽ വളരെ രസകരമായിരിക്കുന്നുണ്ട്. അതെ, തീർച്ചയായും വളരെ പ്രകൃതി രമണീയമായ സ്ഥലം തന്നെ. ഇപ്പം നമ്മളെ ഒപ്പണ്ട ടീമുകളാണിത്. മൊത്തം കോയക്ക, മൈൻക, ഷെരീഫ്, പിന്നെ വെങ്ങളം. മുന്നേ പറഞ്ഞ പോലെ ഞങ്ങൾ രാത്രി 1 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല സുഖമായിട്ടുള്ള യാത്രയാണ്. അങ്ങനത്തെ ബ്ലോക്കൊന്നുമില്ല. രാത്രി ലേറ്റ് ആയതുകൊണ്ട് തന്നെ കാലത്ത് 6 മണിയോടെ അടുപ്പിച്ച് അവിടെ എത്തുകയും ചെയ്ത്. നമ്മുടെ നാട് പഴയ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പം കൊല്ലങ്കോടുള്ളത്. അത്രയുള്ള നല്ല പ്രകൃതി സ്ഥലമായിരുന്നു നമ്മുടെ നാടും. പക്ഷേ ഇപ്പം നമ്മുടെ പുതിയ ജനറേഷന് ഇതേപോലെ നെൽവയൽ നെൽപ്പാടെല്ലാം കാണണമെങ്കിൽ പാലക്കാടുള്ള ഈ കൊല്ലങ്കോട് അതോടെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു ഗ്രാമങ്ങൾ പോകേണ്ട ഗതികേടാണ് അവർക്ക് ഏവർക്കും ഉള്ളത്. എന്താണ് ചെയ്യുക, നാം തന്നെ വരുത്തി വെച്ച വിന തന്നെയാണ് അതൊക്കെ. അല്ലാതെ പ്രകൃതി എന്തു തന്നെയായാലും നമ്മെ ദ്രോഹിച്ചിട്ടില്ല. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഗ്രാമവും എൻ്റെ നാടും. പക്ഷെങ്കിൽ ഇത് കാണുന്ന നിങ്ങളും അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ഏവരെയും തന്നാട് മലയാളി അതേപോലെ PK വ്ലോഗ് ഹാർദമായി സ്വാഗതം ചെയ്യാണ് കൊല്ലങ്കോട് താമരക്കുളം വയലിലേക്ക്. കൊല്ലങ്കോടുള്ള വളരെ രസകരമായിട്ടുള്ള പാടം അവർ നന്നായിട്ടായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കൃഷികൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഒരേ ലൈനിൽ വളരെ ഭംഗിയായിട്ട് അവർ ഇതിനെ പരിപാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി 1 മണിക്ക് പുറപ്പെട്ടാണ് ഇവിടെ ഏതാണ്ട് 6 മണിക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 7 മണി ആയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് കുറേ ഭാഗങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നമ്മൾ പാടങ്ങൾ കാണും, പക്ഷെങ്കിൽ പാടം ശരിക്കും ഇതേമാതിരി നമ്മുടെ നാട്ടിലും ചെയ്യണം. ഇതെല്ലാം കണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് എന്താ പറയുക, എല്ലാവരും ഇതേപോലെ ചെയ്യും എന്ന് കരുതുകയാണ്. ഇവിടെയുള്ള ടോയ്ലറ്റ് സൗകര്യമാണ് ഇത്. ഒന്ന് സൂക്ഷിക്കുക, നായ്ക്കളുടെ ഇഷ്ടം പോലെ. വളരെ ശ്രദ്ധയോടെ അവര് പരിചരിച്ച് നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. വളരെ ഗംഭീരമായിട്ടുള്ള സീൻ തന്നെയാണ്. എന്തെങ്കിലും കാണാണ്ടോ? എല്ലാം ഉണ്ട്. അത് നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന പാടം, നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയ ആ പാടവും അതിനോടനുബന്ധിച്ചുള്ള എന്താ പറയുക, ആ ഗ്രാമത്തിൻ്റെ വിശുദ്ധി, അത് ഒരു പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത ഒരു വികാരം തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ തോന്നുന്നത്. നമ്മൾ ഈ പാടത്തേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കരുതും ഇതുവരെ പാടത്തല്ലായിരുന്നു. പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ ഓരോരോ ആൾക്കാർ പ്രൈവറ്റായിട്ട് കുറച്ച് ഏരിയ വളരെ ഗംഭീരമായിട്ട് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് മോശം, അങ്ങനെ മോശം എന്നല്ല, ഓരോരോ ആൾക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓരോരാൾ അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്ത് ചിലയിടത്തിൽ അവർ ടിക്കറ്റെല്ലാം വെച്ചിട്ട് ക്യാഷ് വാങ്ങി കാണിക്കുന്നുണ്ട്. ചിലയിടത്തിൽ ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങനെ കറങ്ങാം. അങ്ങനത്തെ ഓരോ സെക്ഷൻ രാവിലെ മുതൽക്ക് നിരവധി പേര് വരികയും ഫോട്ടോ. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് എത്തുക എന്നാണ്. പക്ഷെങ്കിൽ അതൊന്നുമല്ല, നിരവധി പേര് വരികയും കാണുകയും ഫോട്ടോ എടുക്കുകയും ഫാമിലിയായിട്ടും അല്ലാതെയും കമ്പനിയായും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെത് നോക്കുമ്പോൾ എനിക്ക് മാത്രമല്ല ആർക്കും തൃപ്തി ഉണ്ടായിട്ടില്ല അവിടെ എവിടെ കയറി ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാൻ.
കാരണം കാലത്താണ് എല്ലാവർക്കും വിശപ്പുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെ ഒരു സൗകര്യം, ശരിക്കുള്ളൊരു സൗകര്യം അവിടെ ഇല്ല. അതാണ് എനിക്ക് വല്ലാണ്ട് പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം വലിയ രീതിയിലൊന്നുമില്ല. പക്ഷെങ്കിൽ അത്രയും എമർജൻസി ഇത്ര ബുദ്ധിമുട്ടുള്ള ആൾക്ക് കയറി പോകാൻ പറ്റിയ ഒരു സൗകര്യം എന്നല്ലാതെ വേറെ ഇതിനുള്ളൊരു സൗകര്യം അവർ പറ്റില്ല. അതാണ് എനിക്ക് തോന്നിയ ന്യൂനത. ഭയങ്കര ഒരു വീഡിയോ നമുക്ക് കിട്ടുമായിരുന്നു, പക്ഷെങ്കിൽ അത് നഷ്ടപ്പെട്ടു. അതാ ഈ നായ നേരത്തെ ടോയ്ലറ്റ് പോകുന്ന ഷെരീഫിൻ്റെ ബൈക്കിട്ട് ഓടി. അതിൻ്റെ കൂടെ ഒരു 25 എണ്ണം വേറെ. പക്ഷെ ആ വീഡിയോ മിസ്സായിപ്പോയി. നമ്മൾ ആടുകളെ ഇറക്കിയിരിക്കുകയാണ്. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അവർ വെറും പുല്ല് മാത്രം തിന്ന് പോകും. നമ്മുടെ ഈ എന്താണ് കോളേനോ താമരക്കുളം ഫേമസ് ആ ഇടം, ആ വീട്, നമ്മുടെ ഫോട്ടോകളെല്ലാം കുറച്ച് പഴകിയിരിക്കുകയാണ്. പെയിൻറ്റിങ് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നല്ല രസമായിട്ടുണ്ട് കേട്ടോ സ്ഥലം. എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ ഓക്കെ, ബൈ.